പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രചരണ വിഷയം ഏതാണെന്ന് ഏത് കൊച്ചുകുട്ടിയോട് ചോദിച്ചാലും കിട്ടുന്ന മറുപടി അത് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയാണ് എന്നുള്ളത്. നമുക്കറിയാം, കേരളത്തിലെ ഏറ്റവും വലിയ മതസമൂഹമായിട്ടുള്ള ഹിന്ദു സമുദായത്തിൻ്റെ ഏറ്റവും സുപ്രധാന ആരാധനാലയങ്ങളിൽ ഒന്നാണ് ശബരിമല. അവരുടെ മഹാക്ഷേത്രമാണ് ശബരിമല. അപ്പോൾ മറ്റ് ആരാധനാലയങ്ങളുണ്ട് കേരളത്തിൽ, ഇപ്പോൾ ഗുരുവായൂർ ഇതൊക്കെ പോലുള്ള ആരാധനാലയങ്ങളുണ്ട്. പക്ഷേ ആരാധനാലയങ്ങളുമൊക്കെ ആയി താരതമ്യം ചെയ്യുമ്പോൾ ശബരിമലയ്ക്ക് ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഒരു സ്ഥാനമാണ്. നമ്മളിപ്പോൾ ഈ പറയുന്ന പോലെ ഗുരുവായൂർ നമ്മൾ ദർശനത്തിന് ഹിന്ദുക്കൾ പോകുമ്പോൾ ഗുരുവായൂരപ്പനായിട്ടല്ല അവിടെ പോകാം, അവിടെ പോയി ദർശനം നടത്തിയിട്ട് തിരിച്ചു വരികയാണ്. പക്ഷേ ശബരിമലയിൽ പോകുന്നത് എങ്ങനെയാണ്? ശബരിമലയിലെ പ്രതിഷ്ഠയായിട്ടുള്ള അയ്യപ്പനായിട്ടാണ് ഹിന്ദു സമുദായങ്ങൾ ശബരിമലയിൽ, അതും വലിയ വ്രതമൊക്കെ എടുത്ത് വളരെ പരിശുദ്ധമായിട്ടുള്ള മനസ്സോടുകൂടി ശബരിമല അയ്യപ്പനായി കറുത്ത വസ്ത്രവും ധരിച്ചുകൊണ്ടാണ് ലക്ഷക്കണക്കിന് ഹിന്ദു മതവിഭാഗത്തിലുള്ളവർ ഓരോ വർഷവും ശബരിമല സന്ദർശിക്കും. അപ്പോൾ കേരളത്തിലെ ഹിന്ദു മതവിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു ആരാധനാലയം എന്ന് പറയുന്നത് ശബരിമലയാണ്. സുഹൃത്തുക്കളെ, BJPയെ സംബന്ധിച്ചിടത്തോളം അവരുടെ രാഷ്ട്രീയ പാർട്ടിയുടെ വളർച്ചയുടെ അടിത്തറ എന്ന് പറയുന്നത് ഒരു ഹൈന്ദവ കേന്ദ്രീകൃതമാണ്. അതൊരു അടിസ്ഥാനപരമായൊരു ഹിന്ദു പാർട്ടിയാണ്. ഹിന്ദു സമുദായത്തിൻ്റെ താല്പര്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു പാർട്ടി എന്നുള്ള നിലയിലാണ് അവർ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു, അധികാരത്തിൽ വരുന്നതും ഒക്കെ തന്നെ. അവരുടെ നേതാക്കന്മാരെല്ലാവരും പ്രതികരിക്കുന്നത് ഒരു ഹൈന്ദവ വികാരമാണ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. അവർ ഈ ഹിന്ദു വികാരം ഉത്തേജിപ്പിച്ചുകൊണ്ട് ഒന്നിലധികം തെരഞ്ഞെടുപ്പുകൾ അവർ നേരിട്ടുള്ളത് നമുക്കറിയാം. ഇപ്പോൾ അയോധ്യയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബാബറി മസ്ജിദിൻ്റെ തകർച്ച, അതൊക്കെ അവർ എങ്ങനെയാണ് ഉപയോഗിച്ചതെന്നുള്ളത് നമുക്ക് വളരെ കൃത്യമായിട്ട് നമുക്കറിയാവുന്ന കാര്യം. അപ്പോൾ ആ ഹിന്ദു വികാരം ഉപയോഗിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് നേരിടുന്നതിൽ ഏറ്റവും ശക്തനായിട്ടുള്ളൊരു നേതാവ് ആരാണ് BJPയിൽ എന്ന് ചോദിച്ചാൽ അത് നരേന്ദ്രമോദിയാണ് എന്നതിന് വല്ല തർക്കമുണ്ടോ സുഹൃത്തുക്കൾ? ഓരോ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും ഹൈന്ദവ വികാരം ആളിക്കത്തിക്കുന്നതിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് നരേന്ദ്രമോദിയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പല തെരഞ്ഞെടുപ്പുകളിലും അദ്ദേഹം ഹിന്ദു വികാരം ആളിക്കത്തിച്ചുകൊണ്ട് അദ്ദേഹം തെരഞ്ഞെടുപ്പ് വിജയിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്കറിയാം. പലപ്പോഴും ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെയൊക്കെ അന്തിമഘട്ടത്തിൽ അദ്ദേഹം ഈ ഹൈന്ദവ വികാരം പരമാവധി ഈ പറഞ്ഞതുപോലെ ഹൈന്ദവ വികാരം ശക്തിപ്പെടുത്തി വളർത്തി തെരഞ്ഞെടുപ്പ് വിജയം അദ്ദേഹം നേരിടുന്നത് നമ്മൾ എത്രയോ തവണ നമ്മൾ കണ്ടിട്ടുണ്ട്. ഹൈന്ദവ വികാരം ആളിക്കത്തിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പുകൾ അഖിലേന്ത്യാ തലത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളും നിയമസഭാ തെരഞ്ഞെടുപ്പുകളും ഒക്കെ നേരിടുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. സംസ്ഥാന തെരഞ്ഞെടുപ്പുകളൊക്കെ പലതും ഒക്കെ തന്നെ അദ്ദേഹം അങ്ങനെയാണ് നേരിട്ടുള്ളത്. ഒരുപാട് ചർച്ചാ വിഷയമായിട്ടുള്ളത് മഹാരാഷ്ട്രയുടെ തെരഞ്ഞെടുപ്പ്, കർണാടകത്തിലെ തെരഞ്ഞെടുപ്പ്, ആ തെരഞ്ഞെടുപ്പിലൊക്കെ അദ്ദേഹം ഉപയോഗിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് വെച്ചാൽ ഹൈന്ദവ വികാരം ആളിക്കത്തിക്കുക എന്നുള്ളത്. ഏറ്റവും വിരുദ്ധനായിട്ടുള്ള ഒരു നേതാവാണ് നരേന്ദ്രമോദി എന്നുള്ളതും നമുക്ക് അറിയാവുന്ന കാര്യം. സുഹൃത്തുക്കളെ, സ്വാഭാവികമായും അങ്ങനെ ഹൈന്ദവ വികാരം ആളിക്കത്തിച്ച് തെരഞ്ഞെടുപ്പ് വിജയിപ്പിക്കുന്ന ഒരു പാർട്ടി, ആ പാർട്ടിയുടെ നേതാവ് നരേന്ദ്രമോദി എന്നൊക്കെ പറയുമ്പോൾ കേരളത്തിലെ ഹിന്ദുമത വിഭാഗത്തിൻ്റെ മഹാക്ഷേത്രമായിട്ടുള്ള ശബരിമലയിൽ ആ ശബരിമല ശ്രീകോവിലിൽ നിന്ന് കോടിക്കണക്കിന് രൂപ വിലയുള്ള സ്വർണം അടിച്ചു മാറ്റിക്കൊണ്ടു പോകുമ്പോൾ അതിനെതിരെ അതിശക്തമായി രംഗത്ത് വരേണ്ട പാർട്ടി സ്വാഭാവികമായിട്ടൊരു നാച്ചുറൽ ചോയ്സ് എന്നുള്ളതിൽ ആരാണ് സുഹൃത്തുക്കളെ? അത് BJP അല്ലേ? കാരണം ക്ഷേത്രങ്ങളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് ക്ഷേത്രങ്ങൾ ഹിന്ദു വികാരം എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവർ വളർത്തിക്കൊണ്ടത്. അപ്പോൾ സ്വാഭാവികമായും കേരളത്തിൽ ശബരിമല വിഷയം വരുമ്പോൾ ഏറ്റവും ശക്തമായി രംഗത്ത് വരേണ്ടത് അവരല്ലേ? നമുക്കറിയാലോ, 2019 യുവതീ പ്രവേശവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടന്ന പ്രചരണത്തിൽ ഏറ്റവും മുന്നിൽ നിന്നത് അവരാണ്. അന്ന് BJPയുടെ പ്രസിഡന്റായിരുന്ന K. സുരേന്ദ്രനെതിരെ 100 കേസുകളുണ്ടായിരുന്നു. അവർ PD സമരങ്ങൾ അന്നുണ്ടായപ്പോൾ അതിൻ്റെ എല്ലാം നേതൃത്വത്തിൽ BJPയാണ്. കാരണം വെച്ചാൽ അതൊരു ഹൈന്ദവ വിഷയമായിരുന്നു എന്നുള്ളതുകൊണ്ട്, ഹൈന്ദവരെ ഉണർത്താൻ കഴിയുന്നൊരു വിഷയമാണെന്നുള്ളതുകൊണ്ടാണ് BJP അതിനകത്തേക്ക് ചാടി വീണത്. നമുക്കറിയാം, അതിനുശേഷം ഈ ഹൈന്ദവ വികാരം ഉത്തേജിപ്പിക്കാനുള്ള ഏത് പ്രവർത്തനം നടന്നാലും അതിൻ്റെ
കുന്തമുനയായിട്ട് BJP-യുടെ നേതാക്കന്മാരൊക്കെ നിൽക്കുന്ന കഴിഞ്ഞ കുറേ വർഷങ്ങളായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. അപ്പോൾ സ്വാഭാവികമായും ശബരിമലയുമായി ബന്ധപ്പെട്ട് ഒരു വിഷയം വരുമ്പോൾ, അതും അവിടുത്തെ സ്വർണം കൊള്ള നടത്തിയതുമായി ബന്ധപ്പെട്ട വിഷയം വരുമ്പോൾ BJP അതിലേക്ക് ചാടി വീഴുമെന്നുള്ളത് സ്വാഭാവികമല്ലേ? ചാടി വീഴുമെന്നല്ലേ നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ കേരളത്തിൽ എന്താ സംഭവിച്ചത്? നമ്മളൊന്ന് നോക്കി. 2025 ഓഗസ്റ്റിലോ മറ്റോ ആണ് ഹൈക്കോടതി ഈ വിഷയം പുറത്തേക്ക് കൊണ്ടിരുന്നത്. 5-6 വർഷക്കാലമായി കേരളത്തിൽ വ്യാപകമായിട്ടുള്ള ചർച്ചാ വിഷയമാണ് ഈ ശബരിമല പെരുങ്കൊള്ള. പക്ഷേ ആ ശബരിമല പെരുങ്കൊള്ള ഒരു ചർച്ചാ വിഷയമാക്കാൻ വേണ്ടിയിട്ട് BJP കേരളത്തിൽ ശ്രമിച്ചിട്ടുണ്ടോ സുഹൃത്തുക്കളെ? എപ്പോഴെങ്കിലും? അവരാകപ്പാടെ നടത്തിയ അതുമായി ബന്ധപ്പെട്ടൊരു ജനകീയ സമരം എന്ന് പറഞ്ഞാൽ അവരുടെ നേതാവായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തിയ ഒരു രാപ്പകൽ സമരം. അതാണ് അവർ ജനങ്ങളെ അണിനിരത്താൻ വേണ്ടി നടത്തിയ ഏക സമരം. അതിനുശേഷം അവർ CBI അന്വേഷണം എന്ന് പറഞ്ഞിട്ട് ഹൈക്കോടതി പോയിട്ടുണ്ട്. അവർ നിയമ നടപടി മാത്രം. പക്ഷേ അത്ഭുതകരമായി നമുക്ക് തോന്നാവുന്നത് കേരളത്തിലെ ഹിന്ദു സമുദായത്തിൻ്റെ മഹാക്ഷേത്രമായിട്ടുള്ള ശബരിമലയിൽ നിന്ന് ശതകോടികളുടെ സ്വർണം അടിച്ചു മാറ്റിക്കൊണ്ടുപോയിട്ടും ആ വിഷയത്തിൽ BJP കമാന്നൊരക്ഷരം മിണ്ടുന്നില്ല സുഹൃത്തുക്കളെ. ആലോചിച്ച് നോക്ക്. അത്ഭുതകരമല്ലേ ഇത്? അത്ഭുതകരമല്ലേ? അതൊന്ന് ആലോചിച്ച് നോക്ക്. ഞാൻ പറഞ്ഞു സമരം നടത്തിയതിൽ വളരെ പിന്നോക്കമായിരുന്നു. ഇപ്പം തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില പരസ്യ ബോർഡുകളൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട്. അതിലൊക്കെ മാത്രമാണ് ശബരിമല കൊള്ള വരുന്നത്. BJP-യുടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ശബരിമല കൊള്ളയ്ക്ക് ഒരു സ്ഥാനവുമില്ല. അതിനെക്കുറിച്ചിട്ട് അവർ മിണ്ടുന്നില്ല. ഏറ്റവും കൂടുതൽ നമ്മളെ ഞെട്ടിച്ച് എന്താണ്? അവരുടെ അനിഷേധ്യ നേതാവായിട്ടുള്ള ശ്രീമാൻ നരേന്ദ്രമോദി അദ്ദേഹം 2 തവണ കേരള സന്ദർശനം നടത്തിക്കഴിഞ്ഞു. ആ 2 തവണ നടത്തിയ കേരള സന്ദർശനത്തിലും അദ്ദേഹം ശബരിമല പെരുങ്കൊള്ളയെക്കുറിച്ച് കമാന്നൊരക്ഷരം മിണ്ടിയില്ല സുഹൃത്തുക്കളെ. അദ്ദേഹം ആദ്യം ഇവിടെ വന്നു പ്രസംഗിച്ചു, ശബരിമല കൊള്ളയെക്കുറിച്ചിട്ട് സംസാരിച്ചില്ല. അതിനുശേഷം വന്ന രാഹുൽ ഗാന്ധി അദ്ദേഹത്തെ കണക്കിന് പരിഹസിച്ചു, അദ്ദേഹത്തെ അതിശക്തമായി വിമർശിച്ചിട്ട് ചോദിച്ചു എന്താണ് ശബരിമല കൊള്ളയെക്കുറിച്ച് മിണ്ടാത്തത്? അപ്പോൾ ഹിന്ദു ക്ഷേത്രങ്ങളുടെ പ്രശ്നം വോട്ട് കിട്ടാൻ വേണ്ടി മാത്രമേ പറയുള്ളൂ. നിങ്ങൾ ശബരിമല കൊള്ളയെക്കുറിച്ച് അറിഞ്ഞില്ലേ? അത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടില്ലേ എന്നൊക്കെ രാഹുൽ ഗാന്ധി അദ്ദേഹത്തിൻ്റെ പ്രചരണത്തിൽ പറഞ്ഞപ്പോൾ 2ാമത്തെ തവണ മോഡി വരുമ്പോഴെങ്കിലും ശബരിമല കൊള്ളയെക്കുറിച്ച് എന്തെങ്കിലും പറയും എന്ന് നമ്മൾ വിചാരിച്ചു. പക്ഷേ 2ാമത്തെ തവണ വന്നപ്പോഴും ശ്രീമാൻ നരേന്ദ്രമോദി ശബരിമല കൊള്ളയെക്കുറിച്ചിട്ട് ഒരു വാചകം പോലും പറഞ്ഞില്ല. അതിന് പകരം അദ്ദേഹത്തിന് കിളി പോയോ എന്നുള്ളൊരു സംശയം പോലും എനിക്ക് തോന്നി. കാരണം എന്താ? കേരളത്തിൽ BJP സർക്കാർ അധികാരത്തിൽ വരുമെന്ന് അദ്ദേഹം പറയുന്നത്. അത്ഭുതം തോന്നി എനിക്ക്. കാരണം BJP സർക്കാരിന് കേരളത്തിൽ എങ്ങനെ അധികാരത്തിൽ വരാൻ പറ്റും സുഹൃത്തുക്കളെ? പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ 140 മണ്ഡലങ്ങളിൽ 2 മണ്ഡലങ്ങളിൽ മാത്രമേ BJP-ക്ക് ഭൂരിപക്ഷമുള്ളൂ. ആ പാർട്ടിക്ക് എങ്ങനെയാണ് കേരളത്തിൽ അധികാരത്തിൽ വരാൻ പറ്റുന്നത്? അപ്പോൾ എന്ത് പറ്റി ഈ നരേന്ദ്രമോദിക്ക് എന്നെനിക്ക് തോന്നി. കിളി പോയോ എന്നെനിക്ക് തോന്നി. പക്ഷേ ഏറ്റവും അത്ഭുതകരമായ കാര്യം, ഹിന്ദുക്കളുടെ മഹാക്ഷേത്രമായിട്ടുള്ള ശബരിമലയിൽ നിന്ന് ശതകോടിക്കണക്കിന് രൂപ വിലയുള്ള സ്വർണം അടിച്ചു മാറ്റിയിട്ടും അതിനെക്കുറിച്ച് 1-2 തവണ കേരളത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വന്നപ്പോഴും മോദി മിണ്ടുന്നില്ല. രാഹുൽ ഗാന്ധി കണക്കറ്റ് പരിഹസിച്ചിട്ടും, രാഹുൽ ഗാന്ധി അതിരൂക്ഷമായി വിമർശിച്ചിട്ടും, രാഹുൽ ഗാന്ധി തൻ്റെ പ്രസംഗങ്ങളിലെല്ലാം ശബരിമല കൊള്ളയെക്കുറിച്ച് മോദി മിണ്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട് മോദി ഇവിടെ വന്നിട്ട് അതിനെക്കുറിച്ച് മിണ്ടാതെ തിരിച്ചുപോയി. എന്തുകൊണ്ടാണ് നമ്മൾ ചിന്തിക്കേണ്ടേ? എന്തുകൊണ്ടാണ് മോദി അതിനെക്കുറിച്ച് പരാമർശിക്കാതിരുന്നത്? കാരണം ആ പെരുങ്കൊള്ളയിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് CPM-കാരാണ്. ആ CPM-കാരെ സംരക്ഷിക്കലാണ് BJP-യുടെ ജോലി. ആ CPM-കാരെ ഒരു തവണയും കൂടെ അധികാരത്തിൽ കൊണ്ടുവന്നിട്ട് കോൺഗ്രസ് മുക്ത കേരളം ഉണ്ടാക്കിയിട്ട് 2031 തെരഞ്ഞെടുപ്പിൽ BJP-ക്ക് അധികാരത്തിൽ വരാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിൻ്റെ ഭാഗമായി 2026 നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയൻ തന്നെ അധികാരത്തിൽ വരണം എന്നുള്ളതാണ് BJP-യുടെ താല്പര്യം. അതുകൊണ്ടാണ് നരേന്ദ്രമോദി കേരളത്തിൽ വന്നപ്പോൾ ശബരിമല പെരുങ്കൊള്ളയെക്കുറിച്ചിട്ട് കമാന്നൊരക്ഷരം മിണ്ടാതിരുന്നത്. കാരണം മിണ്ടിയാൽ എന്ത് സംഭവിക്കും? അതിൻ്റെ ഗുണം BJP-ക്ക് കിട്ടില്ല, UDF-ന് കിട്ടും. ശബരിമല പെരുങ്കൊള്ളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് CPM-നെതിരായിട്ടുള്ള ഹിന്ദുജന വിഭാഗങ്ങളുടെ വികാരം UDF-ന് അനുകൂലമായി വഴിതിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് എന്ന് കണ്ടതിനെ തുടർന്നാണ് നരേന്ദ്രമോദി ആ വിഷയം കേരളത്തിൽ 2 തവണ വന്നപ്പോഴും അദ്ദേഹം അതിനെക്കുറിച്ച് കമാന്നൊരക്ഷരം മിണ്ടാതിരുന്നത്. 2019 ഇതുപോലെ അനുഭവിച്ചതാണ്. യുവതി പ്രവേശനത്തിനെതിരായിട്ട് വലിയ സമരം നടത്തി. 1-2 സീറ്റുകളെങ്കിലും ജയിക്കുമെന്ന് വിചാരിച്ചു, ജയിച്ചില്ല. വോട്ട് മുഴുവൻ UDF-ന് പോയി. ഹിന്ദുമത വിഭാഗങ്ങൾ UDF-ന് വോട്ട് കൊടുത്തു എന്ന് പറഞ്ഞതുപോലെ ശബരിമല കൊള്ളയ്ക്കെതിരെ ഗ്വാ വിളിയുമായി BJP രംഗത്ത് വന്നാൽ അതിൻ്റെ ഗുണം UDF-നായിരിക്കും കിട്ടുക എന്നറിഞ്ഞത് കൊണ്ടുകൂടിയും ആണ് നരേന്ദ്രമോദി 2 പ്രാവശ്യം കേരളത്തിൽ വന്നപ്പോൾ ഇതിനെക്കുറിച്ചൊന്നും മിണ്ടാതിരുന്നത്.
അപ്പോൾ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറഞ്ഞാൽ പിണറായി വിജയൻ എത്ര അഴിമതിക്കാരനാണെങ്കിലും അടുത്ത ഒരു തവണയും കൂടെ പിണറായി വരണം. അടുത്ത ഒരു തവണയും കൂടെ പിണറായി വന്നാൽ കോൺഗ്രസ്സുകാരൻ തീരും. കോൺഗ്രസ്സുകാരൻ തീർന്നാൽ കോൺഗ്രസ്സുകാരൻ്റെ സ്പേസിലേക്ക് തങ്ങൾക്ക് കടന്നു വരാം. അതിനുശേഷം പിന്നീട് പിണറായിയെ കൈകാര്യം ചെയ്ത് അധികാരത്തിൽ വരാം. ഈ ഗ്രാൻഡ് ഡിസൈൻ്റെ ഭാഗമായിട്ടാണ്, ഈ ദീർഘകാല ലക്ഷ്യത്തിൻ്റെ ഭാഗമായിട്ടാണ് ശബരിമലയിൽ നിന്ന് CPM-കാരുടെ നേതൃത്വത്തിൽ സ്വർണ്ണ പെരുങ്കൊള്ള നടന്നിട്ടും അതിനെക്കുറിച്ച് മോദി ഒന്നല്ല 2 പ്രാവശ്യം കേരളത്തിൽ വന്നിട്ടും കമാന്നൊരക്ഷരം മിണ്ടാതിരുന്നത് എന്ന് നമ്മൾ കാണണം. പക്ഷേ BJP-യുടെ അണികൾ പോലും ഇതിൽ മോദിയെ പിന്തുണയ്ക്കുമെന്ന് നമ്മൾ വിചാരിക്കരുത്. കാരണം BJP അണികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട എതിരാളി എന്ന് പറയുന്നത് പിണറായി വിജയനാണ്. അവർ പിണറായി വിരുദ്ധരാണ്. എന്ന് മാത്രമല്ല പിണറായിയെ സംരക്ഷിക്കലാണ് BJP-യുടെ നേതൃത്വം ചെയ്യുന്നത് എന്നുകൂടി അറിയാവുന്നത് കൊണ്ട് അവരൊരു കാരണവശാലും ഈ മോദിയുടെ തന്ത്രത്തിൽ വീഴാൻ പോകുന്നില്ല. BJP-യുടെ വോട്ടുകളും ഇത്തവണ ഭൂരിപക്ഷം UDF-ലേക്ക് ചോരാനാണ് സാധ്യത. അത് BJP കോൺഗ്രസ് ഡീലല്ല. BJP-യുടെ അണികൾക്ക് പിണറായി വിജയനുമായി ഒരു താല്പര്യവും ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് മോദി വരച്ച വിരിച്ച വലയിൽ BJP-യുടെ അണികൾ പോലും വീഴാൻ സാധ്യതയില്ല എന്നാണ് എനിക്ക് സൂചിപ്പിക്കുന്നത്.